യേശുവിന്റെ കല്ലറയിൽ യേശുവിന്റെ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ 2000 വർഷം പോയിട്ട് 2 മണിക്കൂർ പോലും ആ പ്രസംഗം അവിടെ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇന്നും ഈ പ്രസംഗം ഇവിടെ നടക്കുന്നെങ്കിൽ ആ കല്ലറ ശൂന്യമായിരുന്നു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. സുവിശേഷത്തിന് ദൈവം സാക്ഷി നിന്നത് എവിടെ? ശരിക്ക് കേൾക്കുക, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ. ഞാൻ കുറച്ചും കൂടെ അത് പറയാൻ ആഗ്രഹിക്കുക. യൗവനക്കാരെ ഞാനിവിടെ കാണുന്നു, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. നിങ്ങളും ഇത് ചിന്തിക്കാൻ വേണ്ടി പറയാ. ഇതേ യെരുശലേമിൽ യേശുവിനെ ക്രൂശിൽ തറച്ചു, കല്ലറയിൽ അടക്കി. 3-ാം മല വന്ന് യേശു ഉയർത്തു എന്ന് പ്രസംഗിക്കുന്ന എളുപ്പമാണ്. കാരണം നിങ്ങളാരും ഇപ്പോൾ പെട്ടെന്ന് പോകാൻ സാധ്യതയില്ല. പക്ഷെ 1-ാമത്തെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2 നടക്കുന്ന നമ്മുടെ കവലയിലല്ലല്ലോ. എവിടാ? യെരുശലേമിലാ. എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പത്രോസ് പ്രസംഗം കൊള്ളാം, നമുക്കൊന്ന് കല്ലറ വരെ പോയിട്ട് വന്നാലോ എന്ന് ചിന്തിച്ചവർ ആ കൂട്ടത്തിലും കണ്ടേക്കും. ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണേ. അവർ പോയി നോക്കിയപ്പോഴും ആ കല്ലറയിൽ യേശുവിൻ്റെ ശരീരമില്ലായിരുന്നു. ഇന്നിപ്പോൾ നിരീശ്വരവാദികൾ, സ്വതന്ത്ര ചിന്ത, ഏത്തിസം, ഫ്രീ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിള്ളേരെയൊക്കെ ഭയങ്കര ക്യാൻവാസ് ചെയ്ത് ഇതെല്ലാം വെറുതെയാടാ, ഒന്നുമില്ല. അപ്പോൾ ആ ശരിയാ, ഞാൻ ഓർത്ത് പാസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഒന്നും കാണത്തില്ല. കേട്ടോണ ശരിക്ക്, എല്ലാവരും കേൾക്കുക. യേശുവിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ 2000 വർഷം പോയിട്ട് 2 മണിക്കൂർ പോലും ആ പ്രസംഗം അവിടെ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇന്നും ഈ പ്രസംഗം ഇവിടെ നടക്കുന്നെങ്കിൽ ആ കല്ലറ ശൂന്യമായിരുന്നു. പാട്ടെന്താ നമ്മൾ പാടിയത്? ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് ആരെയാ? ഉയർത്തെഴുന്നേറ്റ, കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ അല്ലേ? എന്താ അത് കാണിക്കുന്നത്? സുവിശേഷം ശരിയെന്ന് പറയാൻ ദൈവത്തിന്റെ വിരൽ അടയാളമാണത്. ആർക്കും കണ്ണിക്കാൻ കഴിയാത്ത നിലയിൽ, ഒരു ശത്രുവിനും എതിർക്കുന്നവന് പോലും കണ്ണിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ ഫിംഗർ പ്രിന്റ് ഓഫ് ഗോഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ. ഞാൻ 1-2 കാര്യം കൂടെ പറയാം. പലരും വലിയ പഠനങ്ങൾ നടത്തി ഇങ്ങനൊരു സംഭവമേ ഇല്ലെന്നൊക്കെ ശ്രമിക്കാൻ വേണ്ടി പഠനങ്ങൾ നടത്തിയവരുണ്ട്. നിങ്ങൾ പിന്നീട് നോക്കണം, ലീ സ്ട്രോബൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. താനൊരു നിരീശ്വരവാദിയായിരുന്നു. ഹി വാസ് ആൻ ഏത്തിസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേസുകളൊക്കെ പഠിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ഒരാൾ, നിരീശ്വരവാദിയാ. താൻ ഒരിക്കൽ ചിന്തിച്ചു, ഈ ക്രിസ്ത്യാനികളുടെ പ്രസംഗവും അവരുടെ പാട്ടും ബഹളമൊക്കെ നിർത്താൻ ഇതൊന്നും ഞാനൊന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകും. ശരിക്കും ഒന്ന് പഠിച്ചിട്ട്, പ്രത്യേകിച്ചും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇതില്ലെന്നൊന്ന് സ്ഥാപിക്കാൻ പറ്റിയാൽ പിന്നെ ഓമാരുടെ പ്രസംഗവും ഈ സുവിശേഷീകരണമൊക്കെ അങ്ങ് തീരുമല്ലോ. അപ്പോൾ പുള്ളി ആ തീരുമാനിച്ച് വലിയ കാര്യമായ റിസർച്ചിലേക്ക് കടന്നു. റിസർച്ച് ചെയ്ത് പല കണ്ടുപിടുത്തങ്ങളൊക്കെ താൻ നടത്തി. ഒടുവിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ചുരുക്കി പറഞ്ഞാൽ ഈ റിസർച്ച് നടത്തിയ നിരീശ്വരവാദി വിശ്വാസിയായി. എന്നിട്ട് തൻ്റെ വലിയ കണ്ടുപിടുത്തം എല്ലാം കൂടെ ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു. കേസ് ഫോർ ക്രൈസ്റ്റ്. നിങ്ങൾ വായിക്കണം മക്കളെ. ലോകത്തിൽ ഇന്ന് 5 മില്യണോളം കോപ്പികൾ അത് വിറ്റുപോയി. കേൾക്കുന്നുണ്ടോ? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ അടയാളമാണ്. സത്യ സന്ദേശം, സത്യമാർഗം യേശുവിൽ കൂടെ ഉള്ളത് മാത്രമാണെന്ന് മനുഷ്യൻ അറിയാൻ ഇതാ ദൈവം ചരിത്രത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിരിക്കുന്നു.